ആസ്മയും അലർജിയും പോലെയുള്ള രോഗങ്ങൾക്ക് കൃത്രിമമായ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നത് കൊണ്ട് കഫം ഉള്ളിൽ നടക്കുകയും അത് സോറിയാസിസ് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സയിലൂടെ ഇതിനെ പൂർണ്ണമായി നിയന്ത്രിച്ച് നിർത്തുവാനോ അതല്ലെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനോ സാധിക്കുമെങ്കിൽ അത് കൃത്യമായ പരിചരണത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്ന്, ഭക്ഷണത്തിൽ കാര്യമായൊരു മാറ്റം വരുത്തണം, ജീവിതശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണം, അതോടൊപ്പം തന്നെ ചില ജീവിതക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, രാത്രിയിൽ 9 മണിക്ക് കിടക്കുകയും രാവിലെ എഴുന്നേക്കാൻ ശീലിക്കുകയും ചെയ്യുക. രാത്രിയിൽ 9 മണിക്ക് തന്നെ കിടക്കുകയും രാവിലെ 6 മണിക്ക് മുമ്പായിട്ട് എഴുന്നേക്കാനും ഒന്നാമതായി ശീലിക്കേണ്ടതുണ്ട്. അത്യാവശ്യം എക്സസൈസുകൾ ചെയ്യണം. ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് നമ്മുടെ ശരീരത്തെ നിലനിർത്തേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും പഴവർഗ്ഗങ്ങൾ ഒരു നേരത്തെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഗ്രീൻ സലാഡ് പോലെയുള്ള സാധനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക. രാത്രിയത്തെ ഭക്ഷണങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ധാരാളം വെള്ളം നമ്മൾ കുടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ടെൻഷൻ പോലെയുള്ള പ്രശ്നമുള്ള ആളുകൾ ടെൻഷൻ പൂർണ്ണമായും ഫ്രീ ആക്കേണ്ടതുണ്ട്. മാനസിക പ്രശ്നങ്ങൾ പൂർണ്ണമായും നമ്മൾ ഫ്രീ ആക്കിയാൽ മാത്രമേ പൂർണ്ണ ചികിത്സ ഫലപ്രാപ്തിയിലേക്ക് എത്താറുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് രാവിലെയും വൈകിട്ടത്തെയും ഇളം വെയിൽ നിർബന്ധമായി കൊള്ളാനും അതോടൊപ്പം തന്നെ ഉരുക്കെണ്ണ അഥവാ തേങ്ങാപ്പാൽ ഉരുക്കിയെടുത്തുണ്ടാക്കുന്ന ഉരുക്കെണ്ണ വെർജിൻ ഓയിൽ പോലെയുള്ള ഇത് ദേഹമാസകലം പുരട്ടി വെയിൽ കൊള്ളുകയോ അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ അരച്ച് കുഴമ്പ് രൂപത്തിലേക്ക് ആക്കി ദേഹത്ത് പുരട്ടുകയോ ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക.